ഹലോ നമസ്കാരം. അപ്പോൾ ആ പുണ്യാളൻ്റെ പൂന്തോട്ടത്തിലേക്ക് സ്വാഗതം. ഒരു ചീവീടിൻ്റെ കരച്ചിലുണ്ട്, ഭയങ്കരമാണ്, ഇറിറ്റേഷനാണ്. മഴയായപ്പോൾ തന്നെ നമ്മുടെ ചീവീട് കൂടിയിട്ടുണ്ട് റബ്ബർ തോട്ടത്തിൽ. അപ്പോൾ അതൊന്നുമല്ല നമ്മൾ പറഞ്ഞു വന്നത്, ഇറിറ്റേഷൻ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഒരു മാസത്തിന് മേളിൽ 1.5 മാസം ആകുമ്പോൾ നമ്മൾ ഈ പേൾ ഗ്രാസ് നട്ടിട്ട്, നിങ്ങൾക്ക് ഇതിൻ്റെ അത് കൂടുതലും പേൾ ഗ്രാസിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ ആവശ്യമില്ലാത്ത പുല്ലുകളാണ്. ഞാൻ നട്ടിട്ട് പിന്നെ കുറച്ച് ദിവസം അന്നത്തെ ചൂടുള്ളതുകൊണ്ട് മാത്രം വെള്ളമൊഴിച്ച് പരിപാടികൾ മാത്രം നടത്തിയതാണ്. അതിനുശേഷം വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇളക്കിയിട്ട മണ്ണൊക്കെ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരുപാട് കളകൾ ഇതുണ്ടോ, ഇതുപോലെ ഒരുപാട് കളകൾ പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ക്ലീനിങ് ചെയ്യണം. അപ്പോൾ എനിക്ക് കമൻ്റായിട്ട് ആൾക്കാർ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ പ്രോസസ്സ് കാണിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു പ്രോസസ്സ് വീഡിയോ ആണ്. മുഴുവൻ നമ്മളിത് പുല്ലൊക്കെ പറിച്ച് ക്ലീൻ ചെയ്യണം. അനാവശ്യ പുല്ലുകളെല്ലാം പറിച്ച് വീണ്ടും നമ്മൾ പഴയ പുല്ലിൽ, പക്ഷേ നല്ല റിസൾട്ടാണ്. കാരണം റിസൾട്ട് വന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെയിലടിക്കുന്നതുകൊണ്ടും ആണ് അതിൻ്റെ നല്ല റിസൾട്ട് കയറി വന്നപ്പം നമുക്ക് ആദ്യം ആ പരിപാടികൾ നമുക്കൊന്ന് സെറ്റായിട്ട് ചെയ്തെടുക്കാം. അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്യുന്നത് വെച്ചാൽ മുഴുവൻ പുല്ല് പറിച്ച് കഴിയുമ്പോഴത്തെ തന്നെ ക്ലീനാവും. കാണിച്ചു തരാം എങ്ങനെയാണ്. അങ്ങനെ നമ്മുടെ പേൾ ഗ്രാസ് ഒരു 6 ആഴ്ച കഴിഞ്ഞ ഇതിൻ്റെ അകത്ത് വളർന്നിരുന്ന പുല്ലെല്ലാം നമ്മൾ പറിച്ച് മാറ്റി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത മെയിൻ്റനൻസ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചിരുന്നു കമൻറ്റിൽ എന്തായി പേൾ ഗ്രാസ് എന്നുള്ള സാധനം. അപ്പോൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ. നിങ്ങൾക്ക് ഞാൻ പറയുന്നു, നിങ്ങൾ പിടിപ്പിച്ച് കഴിഞ്ഞാൽ സെറ്റായിട്ട് കയറി വരും. കുറച്ച് മെയിൻ്റനൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. ആദ്യം ഇനീഷ്യൽ സ്റ്റേജിലുള്ള സാധനം മഴക്കാലത്തിൻ്റെ അടുക്കുമ്പോൾ പിടിപ്പിക്കുവാണെങ്കിൽ നന്നായിട്ട് കയറി വരും. ഒന്നുകൊണ്ടും പേടിക്കണ്ട. അപ്പോൾ എല്ലാവരും ചെയ്യുക. ഓക്കെ, ബാക്കി വിശേഷങ്ങളായിട്ട് പിന്നെ വരാം.